സാർ ഒരാഴ്ചക്ക് എന്റെ കാര്യം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് സാർ എന്താ സാർ ഇങ്ങനെ? സാർ ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. കുറെ ദിവസമായിട്ട് എന്നെ ഇട്ട് മെനക്കെടുക്കുന്നു. സാർ ഒന്ന് നിന്നേ സാർ, പറയട്ടെ സാർ. സാർ ഓയ് ഓയ് Anyway, thank you for coming. Enjoy yourself. Excuse me. Hi, Vimla. Mr. Visham, you are little late. Oh, I am sorry. Import license. Eh? Sir, please meet Mr. Kumaran Nair. Very glad to meet you, sir. എന്റെ എം ഡിയാ. ഞങ്ങൾ ജന്മദിനക്കാർക്ക് ചില സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചടങ്ങ് നിർവഹിച്ചതിന് ശേഷം കൂടുതൽ വിശദമായി സംസാരിക്കാം. ഫോർമാലിറ്റീസ് ഒന്നും വേണ്ടായിരുന്നു. മോളെ, come on. മോളെ, പുതിയൊരു അങ്കിളിനെ പരിചയപ്പെടുത്താം. മിസ്റ്റർ കരുണാകരൻ നായർ. കുമാരൻ നായർ. സോറി, മിസ്റ്റർ കുമാരൻ നായർ. Many happy returns of the day. Thank Many you. many happy returns of the day. Thank you, Uncle. ഹലോ, പ്ലീസ് റിലാക്സ്, പ്ലീസ്. ഒന്ന് നോക്കിക്കോളൂ. Oh yes. Come on, Kumar sir. Come on. അങ്കിൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് ശ്രദ്ധിച്ചോ? Yes, yes, yes. പെൺകുട്ടി ഇഷ്ടപ്പെട്ടോ? മിടുക്കിയ എന്റെ മോനും ഇതേ ഛായ, ഇതേ പൊക്കം, ചേരും. അപ്പൊ എന്റെ സെലക്ഷൻ മോശമായിട്ടില്ലല്ലോ. എന്നാലും ഇത്രയും വലിയ ആളുകളുമായി അക്കാര്യം കുമാർ സാബ് എനിക്ക് വിട്ടതാ. പിന്നെ വേറൊരു കാര്യം, സാബ് പട്ടാളത്തിലായിരുന്നു എന്നൊന്നും തൽക്കാലം പറയണ്ട. വേണ്ടേ? വേണ്ട. യുദ്ധകാലത്തെ എന്റെ ചില വീരസാഹസിക കഥകൾ പറഞ്ഞ് ഒന്ന് ഇംപ്രസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിപ്പോ വേണ്ട. പട്ടാളത്തിന് തൽക്കാലം നമ്മളിപ്പോ പ്രാധാന്യം കൊടുക്കണ്ട. ബിസിനസ് ലെവലിലായിക്കോട്ടെ. ഇമ്പോർട്ട് ലൈസൻസും മറ്റൊന്നും തട്ടിവിട്ടാ മതി. ഓക്കെ. മിസ്റ്റർ നായർ എന്ത് പറയുന്നു? മൂപ്പർക്ക് എതിരൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. വെരി ഗുഡ്. നമ്മൾ പറഞ്ഞ കാര്യം സദാനന്ദൻ ഇപ്പോ യു എയിലാണ്. അവിടുന്ന് ബഹ്റിനിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ബഹ്റിനിൽ വന്നാൽ അവന്റെ ശമ്പളം. ഏത് സദാനന്ദൻ? നായർ സാബിന്റെ മകനെ. ഓ, ഐ സി. നമ്മുടെ പയ്യൻ. ഇന്ത്യയിൽ അധികം പേർക്കൊന്നും ഈ ലൈസൻസ് കിട്ടിയിട്ടില്ല. പിന്നെ എനിക്കറിയാം. പല പല ബിസിനസ്സുകളാ നായർ സാബിനുള്ളത്. എല്ലാം നോക്കി നടത്താൻ തനിച്ച് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. മകനാണെങ്കിൽ ഗൾഫിലും. അതുകൊണ്ടാണ് ഈ ഇമ്പോർട്ട് ലൈസൻസ്. 1 second സർ. യെസ് യെസ്. ലൈസൻസ് കൈമാറ്റം ചെയ്യാൻ പുള്ളിക്ക് കുറച്ച് വിഷമമുണ്ട്. ഒരുപാട് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് നേടിയെടുത്തതാണേ. നമ്മൾ പറഞ്ഞാൽ മൂപ്പര് ചൈനയിൽ നിന്ന് നേരിട്ട് ലെതർ ഇറക്കി തരും. അത് മതി. ആള് വളരെ മര്യാദക്കാരനാണെന്ന് കണ്ടാ അല്ലേ? എപ്പോഴാ ക്യാഷ് കൊടുക്കേണ്ടത് എന്നെ അറിയിച്ചാ മതി. ക്യാഷ് ഒന്നും വേണ്ട. ചൈനക്കാർക്കും മൂപ്പരെ വലിയ വിശ്വാസമാണ്. ചരക്ക് വന്നിട്ട് കാശ് കൊടുത്താൽ മതി. പിന്നെ തൽക്കാലം വെറുതെ ഒരു ഉറപ്പിന് ഒരു 10-20,000 രൂപ കൊടുത്തേക്കാം അല്ലേ? ഓ, അപ്പൊ ആ കാര്യം നമുക്ക് അദ്ദേഹത്തോട് പറയാം. അതെ, നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ ഞങ്ങളത് അങ്ങ് ഉറപ്പിച്ചു. അല്ല സാറ്, സാറിന് വിഷമമുണ്ടോ? വിശ്വസാറ് പറഞ്ഞാൽ എനിക്ക് പരിപൂർണ സമ്മതമാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കുമാർ സാബ് നല്ല. 20,000 റുപ്പീസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മൂവ് ചെയ്യണം. ഓക്കെ സർ. ആ, എന്റെ പ്രിസ്റ്റീന്റെ പ്രശ്നമായത്. എന്റെയും. എനിക്ക് ടാക്സിന്റെ പ്രശ്നമൊന്നുമില്ല. സദാനന്ദൻ അയക്കുന്ന കാശ് മുഴുവൻ അവന്റെ തന്നെ NRE അക്കൗണ്ടിലാണ്. എന്റെ ഇൻകം ടാക്സ് പ്രശ്നം വളരെ വളരെ രൂക്ഷമായിരിക്കുകയാണ്. ഈ കക്ഷി എനിക്ക് 2.5 ലക്ഷം രൂപ തരാനുണ്ട്. 50,000 കൂടി അടുത്ത മാസം തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ ചെക്കും ഞാൻ നായർ സാബിന്റെ പേരിൽ വാങ്ങിച്ചോട്ടെ? വാങ്ങിച്ചോ. ഇതൊക്കെ നേരത്തെ കൂട്ടി എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ?
സദാനന്ദന് ഇത്രയും നല്ല ഒരു ബന്ധം ഉണ്ടാക്കി തരാൻ ശ്രമിക്കുന്ന വിശ്വൻ എനിക്ക് തന്നെയാണോ? വിശ്വനൊരു കല്യാണം കഴിക്കണ്ടേ? ഓഹോ, ഷൂ കമ്പനി ഒന്ന് പൊക്കി വിട്ടിട്ട് വേണം அதை പറ്റി ആലോചിക്കാൻ. അപ്പൊ നായർ സാബ്, നാളെ തന്നെ ചെക്ക് മാറി കാശ് കിട്ടിയാൽ ഉപകാരമായിരിക്കും. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചേച്ചി. വിശ്വ, ഏയ് വിശ്വ, നിൽക്കാൻ. ഇത് കണ്ടോ, തനിക്ക് കൈക്കൂലി എന്നതിന് നാട്ടുകാർ വന്ന സമ്മാനം. 10,000 രൂപ വാങ്ങിച്ച് ഇനി എന്നെ പറ്റിക്കാമെന്ന് നോക്കണ്ടടാ കള്ള റാസ്കൽ. എനിക്കിനി നിന്റെ ജോലി വേണ്ട. പക്ഷെ നിന്നെ 2 ഇടി ഇടിക്കാൻ ഞാൻ ഇവിടുന്ന് പോകില്ല. കാശ് താടാ. ജോലി ചെയ്യാമെന്ന് പറ്റിക്കുന്ന കള്ള. കാശ് താടാ. ജോലിയോ? ഇവിടെ താൻ വിശ്വന് കൊടുക്കാനുള്ള കാശല്ലേ അത്? വിഷുവിനും കിഷനും ഒന്നല്ല എന്റെ കയ്യിന്ന് കാശ് വെച്ചത്. നീയാണ് എന്റെ കയ്യിന്ന് കാശ് വെച്ചത്. മിണ്ടരുത്. എന്നെ കണ്ട് നീ ഓടിയപ്പോഴേ മനസ്സിലായടാ കള്ള, കരിങ്കള്ള. കാശ് താടാ. ഞാനൊരു പ്രാന്തൻ. അയ്യോ പ്രാന്ത്. പ്രാന്ത് നിന്റെ അച്ഛന്. എന്റെ കാശ് താടാ. അച്ഛനെ പറഞ്ഞ എന്റെ കാശ് താടാ. കാശ് എന്റെ 10,000. അയ്യോ. എന്താ എന്താ പ്രശ്നം? എടോ, പിടിച്ചു വെച്ചോ. എന്താ ചന്തയോ? അല്ല സാർ, പിന്നെ പ്രാന്തൻ പ്രാന്തൻ സാർ, പ്രാന്തൻ. ഭ്രാന്തനാണ് പിടിച്ചു കേട്ടോ. ജോലി തരാമെന്ന് പറഞ്ഞ് താനല്ലടോ എന്റെ കാശ് വാങ്ങിപ്പിച്ചത്. എന്റെ 10,000 രൂപ നിലയ്ക്ക് തന്നെ ഞാൻ തട്ടും. ചട്ടം തന്നെ മറ്റൊരു പോയി പറ. കള്ള. അയ്യോ, പോലീസ്! Call the police! Call the police! Call police! അയ്യോ, അയ്യോ. എടാ, എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ ഒരുത്തരം തലവക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ. നിനക്കറിയോ, 7 പേരെ കുത്തിക്കൊന്ന സോഡാ കുപ്പി 7 മേലേന ഈ ലോക്കപ്പിലിട്ടാണ് ഇടിച്ച് ഞാൻ തരിപ്പണമാക്കിയത്. പിന്നെ അല്ലേ പീറച്ചെറുക്കനായി നീ മുതലാളിയുടെ മോന്തക്കിലെടുക്കില്ലടാ. സാർ എന്നെ ഇത്രയും നേരം തല്ലി തൂച്ചില്ലേ? ഇനി ഞാൻ പറയുന്നൊന്ന് കേക്കൂ. മിണ്ടരുത്. എന്റെ ഈശ്വര, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ നീ എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു? 10,000 രൂപ കൊടുത്തതും പോലെ 4 ഭാഗത്തുനിന്ന് ഇടിയുന്നു. ആർക്കതാ 10,000 കൊടുത്തത്? സാർ അവിടെ ചെന്നിരുന്നാട്ടെ, ഇവനെ ഞാൻ ശരിപ്പെടുത്തന്നേ. ആ കള്ള മുകുന്ദകൃഷ്ണ തല്ലാനോങ്ങിയപ്പോ സാറിന്റെ മുഖത്ത് കൊണ്ടതാ. എന്റെ പൊന്നു സാറേ, എനിക്ക് ജോലി തരാമെന്ന് പറഞ്ഞ് 10,000 രൂപ എന്റെ വാങ്ങിച്ച സാറിന് തരാൻ എത്രയോ തവണ ഞാൻ അവനെ കാണാൻ ചെന്നു. ഒടുവിൽ അവൻ പറയുക എനിക്ക് ഭ്രാന്താണെന്ന്. മുകുന്ദകൃഷ്ണൻ അങ്ങനെ ചെയ്യില്ല, ഞാൻ വിശ്വസിക്കില്ല. ഇപ്പൊ എനിക്ക് തന്ന പോലെ 5-6 ഇടി അവനും കൊടുത്തു നോക്ക്, സത്യം പുറത്തു വരും. എന്റെ അച്ഛനാണ് അവൻ എന്റെ കൈക്കൂലി വാങ്ങിച്ചു. സാറേ, ഇത് നുണയാണ്. ഞാൻ 2 കൂടെ പൊട്ടിക്കട്ടെ. ഒരു മിനിറ്റ്, ഞാൻ വരുന്നുണ്ട്. ഏതായാലും മുകുന്ദകൃഷ്ണനെ വരുത്താം. അവൻ കാശ് വാങ്ങിച്ചോന്ന് അറിഞ്ഞിട്ട് അടി തുടരാം. കുഴപ്പമില്ല, എനിക്ക് ആരായാലും ഇടിച്ചാൽ മതി. ഞാൻ അവന്റെ അഡ്രസ് തരാം.